ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്കിന്നൊരു ഇയറിങ്സും ഒരു ബ്രേസ്ലെറ്റും ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഈ ഒരു ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ കുറച്ച് ബീഡ്സ് എടുത്തിട്ടുണ്ട്. അതിൽ ലെറ്റർ ബീഡ്സ് വരുന്നുണ്ട്, പിന്നെ കുറച്ച് ബീഡ്സുകൾ ഒരു ലൈറ്റ് ഓറഞ്ച് വൈറ്റ് പിന്നെ ഒരു പിസ്ത കളറും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വയർ വെച്ചിട്ടാണ് ഞാൻ ഇയറിങ്സ് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. നമ്മുടെ ഗിയർ വയറിനെക്കാട്ടിയും കുറച്ചുകൂടി കട്ടിയിലുള്ള ഒരു വയറാണത് കേട്ടോ. പിന്നെ നമുക്ക് സ്ട്രെച്ചബിൾ ത്രെഡ് വേണം ബ്രേസ്ലെറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇത്രയും കാര്യങ്ങൾ, പിന്നെ നമ്മുടെ ഇയർ ഹുക്ക്, ഇത്രയും കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മളിന്ന് ചെയ്തെടുക്കാൻ പോകുന്നത്. കണ്ടോ, ഈ ഒരു ബീഡ്സുകളാണ് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമുക്ക് ബ്രേസ്ലെറ്റ് മേക്ക് ചെയ്ത് എടുക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് നൈലോൺ സ്ട്രെച്ചബിൾ ത്രെഡ് എടുത്തിട്ടുണ്ട്. ത്രെഡിൻ്റെ സൈസൊക്കെ നമുക്ക് റിസ്റ്റ് സൈസിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഒരു 4 വയസ്സൊക്കെ ഉള്ള കുട്ടികൾക്കാണ് ചെയ്തെടുക്കുന്നതെങ്കിൽ ഒരു 12 സെൻറ്റിമീറ്റർ ലെങ്തിലൊക്കെ കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നോർമലായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റാണ് ഇപ്പോൾ മേക്ക് ചെയ്തെടുക്കാൻ പോകുന്നത്. നമ്മുടെ ലെറ്റർ ബീഡ്സ് വെച്ചിട്ടുള്ള ബ്രേസ്ലെറ്റാണ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ ബ്രേസ്ലെറ്റിൻ്റെ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പ്ലേലിസ്റ്റിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ, ബ്രേസ്ലെറ്റ് കളക്ഷനൊക്കെ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കണം. ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറേ വീഡിയോസ് ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് ബിഗിനേഴ്സൊക്കെ ഒന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കണം. അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ഡിസൈനിലാണ് ഇത് ചെയ്തെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ലെറ്റർ ബീഡ്സൊക്കെ ഓരോരോ ആൾക്കാരുടെ സജഷൻ അനുസരിച്ചിട്ടാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത്. ചില ആൾക്കാർക്ക് ലെറ്റർ ബീഡ്സ് വെച്ചിട്ട് വേണ്ടവർ കുട്ടികൾക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ അങ്ങനെ ഓർഡറിനനുസരിച്ചിട്ടാണ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിലാണ് ഞാനിപ്പോൾ ഈ ഒരു ബ്രേസ്ലെറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഈ ഒരു ഓർഡറിലാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ബ്രേസ്ലെറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒന്നുമില്ല, സിമ്പിളായിട്ട് ചെയ്തതാണ്. അപ്പോൾ 2 എഡ്ജും കൂടി ഒന്ന് കൂട്ടിക്കെട്ടി ബാക്കിയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ഒരു എൻഡ് ഒരുക്കി വെക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. നീറ്റായിട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇയറിങ്സ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഈ ഒരു എൻഡ് ഒന്ന് ഇതുപോലെ ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമുക്ക് ഓരോ ബീഡ്സും ഈ ഒരു കളർ കോമ്പിനേഷനിൽ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ 3 ബീഡ്സായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഓർഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ആ ഒരു ഭാഗം കൂടി ഒന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് ഒരു ഹൂക്കാക്കി എടുക്കണം. അതിനുശേഷം നമ്മുടെ ഇയർ ഹൂക്കും കൂടി അതിൻ്റെ കൂടെ കണക്ട് ചെയ്ത് കൊടുക്കണം. ഇത്രയേ ഉള്ളൂ പരിപാടി. അപ്പോൾ വളരെ സിമ്പിളായിട്ട് മേക്ക് ചെയ്തെടുത്തിട്ടുള്ള ഒരു ബ്രേസ്ലെറ്റും ഇയറിങ്സും ആണ്. പക്ഷേ നല്ലൊരു കളർ കോമ്പിനേഷനും ആണ്. കാണാൻ നല്ലൊരു ഡിസൈനിൽ നല്ലൊരു ഭംഗിയായിട്ടാണ് ഞാൻ ഈ ഒരു ബീഡ്സ് ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്ര മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് പുതിയൊരു ഐറ്റമായിട്ട് കാണാം. അപ്പോൾ പുതുതായിട്ട് വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അതുപോലെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും സംശയങ്ങളോ ഞാൻ ചെയ്യുന്നത് ക്ലിയർ ആവുന്നില്ല എന്നുണ്ടെങ്കിലോ ഒന്ന് കമൻറ്റിലൂടെ അറിയിക്കണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ക്ലിയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിലും കമൻറ്റിലൂടെ അറിയിക്കണം. നമുക്ക് പുതിയ ഐറ്റമായിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്